ശ്രീ എം ടി രമേശ്, ഇവിടെ മോദി ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം ഇന്ന് നടത്തുമ്പോൾ പറയുന്ന ഒരു കാരണം ഈ ഹിന്ദു വിഭാഗത്തെ ഭീകരവാദവുമായി ബന്ധപ്പെടുത്തി. അങ്ങനെ ബന്ധപ്പെടുത്തി അതിനൊന്നും അടിസ്ഥാനമില്ല എന്ന് തെളിഞ്ഞപ്പോൾ പിന്നെ ഹിന്ദുക്കളുടെ മുന്നിൽ ചെന്നാൽ അവർ കൈകാര്യം ചെയ്യും, പ്രതികാരം വീട്ടും എന്ന് ഭയന്നാണ് രാഹുൽ ഗാന്ധി ഓടിയത് എന്നാണ്. മെക്ക മസ്ജിദും ഈ സംജോത, ഏറ്റവും ഒടുവിൽ വന്ന സംജോത എക്സ്പ്രസും ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പരാമർശിക്കുന്ന കേസുകൾ. സാർ, ഇതിലൊന്നും ഈ കീഴ്ക്കോടതികൾ ഈ പറയുന്ന തരത്തിൽ ഇത് അടിസ്ഥാനമില്ലാത്ത കേസാണ് എന്ന് പറഞ്ഞല്ല ഇവരെ ആരെയും വിട്ടുകളഞ്ഞിരിക്കുന്നത്, കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് വേദനയുണ്ട്, ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നു, പക്ഷെ പഴുതടച്ച് കാര്യങ്ങൾ തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ വീഴ്ചയാണ്. ഇനി ഒരു വീഴ്ച ഉണ്ടായ ഒരു വിചാരണ കോടതിയിൽ ആ വീഴ്ച നമുക്ക് പരിഹരിക്കാൻ കഴിയുമല്ലോ. കാരണം വിചാരണ കോടതി അല്ലല്ലോ അന്തിമ കോടതി. അപ്പീൽ പോയിട്ടുണ്ടോ നിങ്ങൾ? ഈ പറയുന്ന ഹിന്ദു ടെറർ എന്ന് കോൺഗ്രസ്സുകാരെ ഇപ്പോൾ നിങ്ങൾ തെറ്റായി അവർ വ്യാഖ്യാനിച്ചു എന്ന് വിമർശിക്കുന്ന കേസുകളിൽ ഈ പറയുന്ന വിചാരണ കോടതികൾ പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ അപ്പീൽ പോയിട്ടുണ്ടോ? എന്ന് മാത്രമല്ല, NIA-യുടെ പ്രോസിക്യൂട്ടർ എന്താണ് പറഞ്ഞത്? ഈ കാര്യത്തിൽ പഴയ നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിക്കേണ്ട എന്നവരെ സമ്മർദ്ദം ചെലുത്തിയെന്നാണ്. അവരതിട്ടിട്ട് ഓടുകയാണ് ചെയ്തത്. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഇതൊക്കെ കോൺഗ്രസിൻ്റെ ഒരു സൃഷ്ടിയായിരുന്നു, അങ്ങനെ ഇപ്പോൾ ഹിന്ദു വിഭാഗത്തെ അഭിമുഖീകരിക്കാൻ ഭയന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പോകുന്നുവെന്ന്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ആ ഉത്തരവാദിത്ത രാഹിത്യത്തെ പോലും വർഗീയ വേർതിരിവിനുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നതിലപ്പുറം ഒരു സർക്കാരും ഒരു പ്രധാനമന്ത്രിയും അധപ്പതിക്കുന്ന വേറെ ഏത് സന്ദർഭമുണ്ട് ശ്രീ രമേശ്? അല്ല, സർക്കാരിൻ്റെയും പ്രധാനമന്ത്രിയുടെ അധപ്പതനം അവിടെ നിൽക്കട്ടെ. അധപ്പതിക്കുകയാണോ അദ്ദേഹം പറയുന്ന വസ്തുതകളാണോ എന്ന് നമുക്ക് ആലോചിക്കാം. അത് വേണുവിൻ്റെ വ്യാഖ്യാനം മാത്രമാണ്. പക്ഷേ പ്രധാനപ്പെട്ടൊരു പ്രശ്നം, ഈ കേസുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച കേസുകൾ NIA അന്വേഷിക്കുന്ന സമയത്ത് UP ആണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെങ്കിലും പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അന്വേഷിച്ച NIA ആ UPA ഗവൺമെൻറ് കാലഘട്ടത്തിലെ അന്വേഷണമാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞത് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഹിന്ദു ടെറർ എന്ന വാക്ക് ഉപയോഗിച്ചു. അങ്ങനെ ഒരു വാക്ക് ബോധപൂർവ്വം ഉപയോഗിച്ചതാണ്. അതിനെ പ്രൂവ് ചെയ്യാൻ ഹിന്ദു ടെറർ എന്ന് പറയുന്ന കോൺഗ്രസ് കൊണ്ടുവന്നൊരു വാക്ക്, അത് പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള യാതൊരു കാര്യവും കോൺഗ്രസ്സുകാർക്കോ കോൺഗ്രസിൻ്റെ അന്വേഷണ ഏജൻസികൾക്കോ സമർത്ഥിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലെ അന്വേഷണ ഏജൻസികൾക്കോ സാധിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികവും ഞങ്ങൾ തിരിച്ചു പ്രചരിക്കും. ഞങ്ങളന്നേ നിലപാടതാണ്, ഞങ്ങൾ പുതിയ നിലപാടെന്നല്ല. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാർ അന്നും അതേ കാര്യം പറഞ്ഞു, ഇന്നും അതേ കാര്യം പറഞ്ഞു. ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കോൺഗ്രസ്സിന് ആ കാര്യങ്ങൾ ജനങ്ങളോട് ഈ പ്രാവശ്യം മറുപടി പറയേണ്ടി വരും. ഹിന്ദു ടെറർ എന്ന വാക്ക് പ്രചരിപ്പിച്ചത് കോൺഗ്രസ്സാണ്. ആ പ്രചരണം പരാജയപ്പെട്ടു പോയി, അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല. അത് ഞങ്ങൾ ജനങ്ങളോട് പറയും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനെ നിങ്ങൾ ഈ അപ്പീൽ അന്വേഷണ ഏജൻസിയാണല്ലോ പോകേണ്ടത്, ഗവൺമെൻറ് അല്ലല്ലോ പോകേണ്ടത്. അന്വേഷണ ഏജൻസിയാണല്ലോ പോകേണ്ടത്. ഗവൺമെന്റ് അന്വേഷണ ഏജൻസിയോട് അപ്പീൽ പോകേണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അയാളെ മാറ്റുന്നത് എത്ര അർദ്ധരാത്രിയിലായിരിക്കണം? ഈ കാര്യങ്ങളെല്ലാം ഈ നാട്ടിൽ നടന്നതാണ്. സുപ്രീം കോടതി അടക്കം ആ വിഷയത്തിൽ ഇടപെട്ടതാണ്. അതുകൊണ്ട് ഈ CBI, NIA തുടങ്ങിയ ദേശീയ അന്വേഷണ ഏജൻസികൾ എത്രമാത്രം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്ന് ഇത്ര ആത്മാഭിമാനത്തോടെ ശ്രീ രമേശ് പറയരുത് ഈ നാട്ടിലുള്ളവരോട്. നാട്ടിലുള്ളവരോട് പറയും വേണു. കാരണം അതിനുശേഷം CBIയുടെ തലപ്പത്തുള്ള ആളെ നിയമിക്കുന്ന ബോഡിയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് വന്ന ജഡ്ജിയുടെ പരാമർശം എന്താണ് എന്നുകൂടി വേണു എന്ന് വായിക്കണം, അതുകൂടെ നോക്കണം. പറയാനുണ്ട്. ഇതിൽ ഈ പറയുന്ന സുപ്രീം കോടതി ഒരു നിരീക്ഷകനായ റിട്ടയർഡ് ജസ്റ്റിസിനെ കൂടെ വെച്ചിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ ആ രേഖകളെല്ലാം സമാഹരിച്ചിരുന്നു, ഏതാണ്ട് 1000കണക്കിന് പേജ് വരും. 1 മണിക്കൂർ കൂടിയ ഈ 3 അംഗങ്ങളുടെ യോഗത്തിൽ നിന്ന് ഈ ജസ്റ്റിസ് അടക്കം, സെർവിങ് ജസ്റ്റിസ് അടക്കം എങ്ങനെയാണ് ഇതെല്ലാം കണ്ടെത്തിയത് ഇത്ര വേഗം? എനിക്ക് തന്നെ ഇത് പൂർണ്ണമായും രേഖകളിലൂടെ കടന്നുപോയി ഒരു തീർപ്പിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അതാണ് ആ 1 മണിക്കൂർ തീരുമാനത്തിൻ്റെ വിശേഷം. ഇനി അതിന് തൊട്ട് പിന്നാലെ ആ ജഡ്ജിക്ക് എങ്ങനെയാണ് മറ്റൊരു പദവി ഓഫർ ചെയ്യപ്പെട്ടിരുന്നതെന്നും അതിന് പിന്നീട് അദ്ദേഹം അത് വേണ്ട എന്ന് വെച്ച് പിന്മാറിയ സാഹചര്യം ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. രമേശ് വേണു, ഞാനും ചോദിക്കാം. നിങ്ങളൊരു റിട്ടയർഡ് ജസ്റ്റിസിൻ്റെ വാക്കുകളാണോ നിങ്ങൾക്ക് പ്രധാനം? സുപ്രീം കോടതി, നിങ്ങളിന്ന് പറയുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള സുപ്രീം കോടതി ഉന്നതരായിട്ടുള്ള ന്യായാധിപന്മാർ, അവർ നേരത്തെ സ്വീകരിച്ചൊരു നിലപാടിനെ വാനോളം പ്രകീർത്തിച്ചവരാണ് നിങ്ങളെല്ലാവരും.
അവർ അന്നൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെ ആകാശത്തോളം പ്രകീർത്തിക്കാൻ തയ്യാറായിട്ടുള്ള വേണുമടക്കമുള്ള തിരിച്ചൊരു നിലപാട് നിൽക്കുമ്പോൾ അതിനെ ദോഷം നിൽക്കൊടുക്കാണല്ലോ. നിങ്ങൾ കേൾക്കേണ്ട വാക്ക് സുപ്രീം കോടതി ഇത് സമഗ്രമായാണ് കണ്ടത്. അതിൽ ഒരു റോള് വഹിക്കുന്നയാൾ പറഞ്ഞു, ഈ നിർണായകമായ തീരുമാനമെടുത്ത ആളുകൾക്ക് 1 മണിക്കൂർ കൊണ്ട് ഈ പറയുന്ന രേഖകളിലൂടെ മുഴുവൻ കടന്നു പോകാൻ കഴിയില്ല. ഞാനത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയുള്ളൂ. അല്ല, അതിന് മറുപടി പറയേണ്ടത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിയോഗിച്ചുള്ള ജഡ്ജിയാണ്. അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചീഫ് ജസ്റ്റിസ് വിശ്വസിച്ചു. കോടതിയിൽ ഇത് ചോദ്യം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചീഫ് ജസ്റ്റിസും കോടതിയും അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് ഈ കേസുകളൊക്കെ തന്നെ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. അത് ഫാബ്രിക്കേറ്റഡ് ആണ്. അന്നും ഇന്നും ഞങ്ങൾ പറയും ഞങ്ങൾക്ക് നിലപാട് മാറിയിട്ടൊന്നുമില്ല. പിന്നെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പൊള്ളത്തരം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ. രാഹുൽ പോയി എന്നിരിക്കട്ടെ, രാഹുൽ ഒരു പ്രതിപക്ഷ നേതാവ് പോലുമല്ല, ഒരു MP ആണ്. ഒരു MPക്ക് എന്തൊക്കെ പറയാൻ കഴിയുമെന്ന് നിങ്ങളുടെ പാർട്ടിയിലെ MPമാർ തന്നെ ധാരാളം തെളിവുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെയുള്ള മുസ്ലിങ്ങൾ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയുന്ന MP അടക്കമുള്ളവരുണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ. ശരി, അങ്ങനെയല്ലല്ലോ ഒരു പ്രധാനമന്ത്രി പറഞ്ഞത്. ഇപ്പോൾ ഈ പറയുന്ന ഗോഹത്യകൾ നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്നെ നിങ്ങൾ സംഹരിച്ചുകൊള്ളൂ. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. എന്നെ ആക്രമിച്ചില്ലാതാക്കിക്കോളൂ, ഇതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ്, ശരി, ഒരു പ്രധാനമന്ത്രി ഉയർന്ന വിധാനത്തിൽ നിന്നുകൊണ്ട് രാജ്യത്തെ പൊതുവിൽ കണ്ടുകൊണ്ട് അതിനോട് പ്രതികരിക്കുകയാണ്. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 543 മണ്ഡലങ്ങളിൽ കയ്യിലൊരു കടലാസമായിട്ടിരിക്കുകയാണ്. എത്രയിടത്ത് ഭൂരിപക്ഷ ഹിന്ദു മേഖലയുള്ള മണ്ഡലങ്ങളുണ്ട്, എത്രയിടത്ത് ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. ഇങ്ങനെയാണോ ഒരു പ്രധാനമന്ത്രി സംസാരിക്കേണ്ടത്? ഒരു കാര്യം ഞാൻ വേണു ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമെന്നറിയാം. അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ പറയേണ്ട ചില വസ്തുതകൾ പറയാൻ ആർജവത്വമുള്ള പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നിങ്ങൾ പലരെയും പേടിപ്പിച്ച് പലരും പറയാതിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ, ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമ്പോൾ അതിലത്തെ ആദ്യത്തെ പേരുകാരൻ ഇന്ന മതവിഭാഗത്തിൽപ്പെട്ടവരാകണം എന്നൊരു പ്രധാനമന്ത്രി നിങ്ങൾക്ക് അതിനെ പല റിപ്പോർട്ടുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് അതിനൊന്നും അരോചക ഉണ്ടാവില്ല. അതൊക്കെ കാതിന് ഇമ്പമുള്ള വാക്കുകളായിരിക്കും. നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇമ്പമില്ലാതിരിക്കും. പക്ഷേ വേണു, നിങ്ങൾ മാത്രമല്ലല്ലോ ഈ ലോകം, നിങ്ങൾ മാത്രമല്ലല്ലോ ഇത് കേൾക്കുന്നത്. വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും പറയുമ്പോൾ നിങ്ങളുടെ കാതിന് ഇമ്പമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അരോചകത്വം ഉണ്ടാവും. പക്ഷേ ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മറ്റൊരു വിഭാഗമുണ്ട്, അവർക്ക് ആ സത്യങ്ങൾ അറിയാം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരാം. കാരണം രാഹുൽ ഗാന്ധിയാണല്ലോ ചർച്ചാ വിഷയം, ഇതൊന്നുമല്ലല്ലോ. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നതിനെക്കുറിച്ച്, കേരളത്തിലെ ഏത് സീറ്റിലും അദ്ദേഹത്തിന് മത്സരിക്കാം, 1-ൽ കൂടുതൽ സീറ്റ് മത്സരിക്കാം. പക്ഷെ പറയുന്ന ന്യായവാദങ്ങളിൽ അത് പൊള്ളത്തരമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട് ഓപ്റ്റ് ചെയ്തു? അതാണല്ലോ പ്രധാനം. വയനാട് ഓപ്റ്റ് ചെയ്തതിന് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ പോലും രാഹുൽ ഗാന്ധിക്ക് 100% സുരക്ഷിതമായിട്ട് സീറ്റ് ലീഗിന് പ്രാമുഖ്യമുള്ള മണ്ഡലം മാത്രമേ ഉള്ളൂ. ലീഗിന് മേധാവിത്വമില്ലാത്ത ഒരിടത്തേക്ക് പോലും പോകാൻ രാഹുൽ ഗാന്ധിക്ക് പോലും ധൈര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. വേണു, ആന്റണി ഇവിടെ മുഖ്യമന്ത്രിയായി വന്നപ്പോ ഇത് നിങ്ങളുടെ ഒരു വിമർശനം അല്ല. ഒരു സെക്കൻഡ്, മറുവശത്ത് ഇങ്ങനെ കാണാം. ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള അഭ്യർത്ഥന ചെയ്യുന്നത്. ഈ 3 സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഈ 3 സ്ഥലത്തേക്കും ഏറ്റവും സാമീപ്യമുള്ള ഒരു മണ്ഡലമായി വയനാട് കണ്ടെത്തുന്നു. അവർക്കങ്ങനെ വ്യാഖ്യാനിക്കാം. മാത്രവുമല്ല, ഈ ലീഗ് എന്ന് പറയുന്ന ഒരു ചെറിയ കക്ഷിയുടെ സഹായത്തോടെ രാഹുലിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് കരകയറ്റാം എന്നത് മാത്രമല്ല സാർ അവരുടെ പദ്ധതി. ഇവിടെ 88 സീറ്റുകളാണ് ഈ 3 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ളത്. അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസും UPAയും എല്ലാം ചേർന്ന് നേടിയത് 21 സീറ്റുകളാണ്. ഇത്തവണ അവരൊരു 75ഓളം സീറ്റ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ അങ്ങനെ ഒരു കുതിപ്പ് സാധ്യമാവുകയാണ് എങ്കിൽ സ്വാഭാവികമായും 3 അക്കത്തിലേക്ക് ഉയരാനും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ അടുത്ത സർക്കാരിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനും ഒക്കെ കഴിയുന്ന ഒരു വലിയ പദ്ധതിയുണ്ട്. അങ്ങയുടെ പ്രധാനമന്ത്രിയും കാണുന്ന ഈ ലീഗിൻ്റെ ഒരു ചെറിയ വീക്ഷണകോണത്തിൽ കൂടി മാത്രമല്ല ഈ കാര്യങ്ങളെ കാണേണ്ടത്. ദേശീയ അധ്യക്ഷനാണ് ഒരു പാർട്ടിയുടെ മത്സരിക്കുന്നത്. ശ്രീ രമേശ്, വേണു അത് തന്നെയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. വേണു പറഞ്ഞ ഏതായാലും നന്നായി.
കോൺഗ്രസ് ഉന്നയിക്കുന്ന വാദം വയനാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ 3 സംസ്ഥാനത്ത് വലിയ സ്വാധീനമുണ്ടാക്കി കളയാം. ഞാൻ ചോദിക്കട്ടെ വേണു, 3 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം തമിഴ്നാടല്ലോ. തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പടം പോലും വെക്കുന്നില്ല സാർ. തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാരടക്കം ആശ്രയിക്കുന്നത് സ്റ്റാലിനെയാണ്. 9 സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് അവിടെ രാഹുൽ ഗാന്ധി അല്ല വേണ്ടത്. സ്റ്റാലിൻ്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടി കോൺഗ്രസ്സുകാരും CPM-കാരും അവിടെ മത്സരിക്കുകയാണ്. അവർക്കവിടെ രാഹുൽ ഗാന്ധി അല്ല. രാഹുൽ ഗാന്ധി വന്നുകൊണ്ട് ഒന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. അവർക്കറിയാം അവർ സ്റ്റാലിനെയാണ് ആവശ്യപ്പെടുന്നത്. ഇനി കേരളത്തിൽ ഒരു പക്ഷേ രാഹുൽ ഗാന്ധി വേണമായിരിക്കും. അതിൻ്റെ അർത്ഥം രാഹുൽ ഗാന്ധി ഇല്ല എങ്കിൽ കേരളം കോൺഗ്രസ് പരാജയപ്പെടുമെന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ജയിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഇല്ലല്ലോ. ഒരു പ്രാദേശിക പാർട്ടിയുടെ മേൽക്കൈയെ നിങ്ങൾ ഇങ്ങനെ കാണരുത്. കാരണം ഇപ്പോൾ ശിവസേന എന്ന പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ഉദ്ധവ് താക്കറെ വെച്ച മുന്നുപാധി എന്താണ്? അമിത്ഷാ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കാണണം. പോയില്ലേ? കണ്ടില്ലേ? എന്നിട്ടല്ലേ ധാരണ ഉണ്ടായത്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾക്ക് വേണം തുടങ്ങിയിട്ടുള്ള എല്ലാ ഉപാധികളും വെച്ചില്ലേ? അതെല്ലാം അംഗീകരിച്ചുകൊണ്ടല്ലേ നിങ്ങൾ അവിടെ ചെയ്തത് ധാരണ? വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് വേണു നിങ്ങൾ ചർച്ചയെ വഴിതിരിച്ചു വിടല്ലേ? ഞാൻ സ്റ്റാലിൻ്റെ അപ്രമാദിത്വത്തെ അംഗീകരിച്ചു കൊടുത്തതിന് ഞാൻ കുറ്റം പറഞ്ഞില്ലല്ലോ. കാരണം DMK ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി. അവിടെ ഒരു സഖ്യമുണ്ടാകുമ്പോൾ സ്റ്റാലിൻ്റെയും DMK-യുടെയും അപ്രമാദിത്വം അംഗീകരിച്ചു കൊടുക്കണം. എൻ്റെ പോയിന്റ് UPA എന്ന് പറയുന്ന സാധനത്തിന് തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്വാധീനം വേണ്ട. അവിടെ കോൺഗ്രസ് അടക്കം ആശ്രയിക്കുന്നത് സ്റ്റാലിനെയാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിങ്ങൾ പറയുന്ന പ്രഭാവത്തിലെ ഒരു സംസ്ഥാനം തമിഴ്നാടാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രഭാവവും മൈനസ് സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ഒരു പ്രഭാവം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ കേരളത്തിലാണ് പ്രഭാവമെങ്കിൽ കേരളത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിൽ മാത്രമേ പ്രഭാവമുള്ളൂ എന്നിവർ സമ്മതിക്കേണ്ടി വരും. ഇനി കർണാടകത്തിൽ രാഹുൽ ഗാന്ധി ആയിരുന്നല്ലോ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട താരപ്രചാരകൻ. കഴിഞ്ഞ കയ്യിലൊരു ഗവൺമെന്റ് പോവുകയല്ലേ ചെയ്തത്. പിന്നെ ഉള്ളത് ആന്ധ്രാപ്രദേശാണ്. അങ്ങനെയാണെങ്കിൽ ആന്ധ്രയിലല്ല മത്സരിക്കേണ്ടത്. ആന്ധ്രയിലെ കോൺഗ്രസ് എവിടെ ചിത്രത്തിലുള്ളത്? എത്ര സീറ്റ് വിടും കോൺഗ്രസിന്? ഇങ്ങനെയുള്ള ഒരു സ്വാധീനം ഉണ്ടാകാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പിഴച്ചോട്ടെ, പക്ഷേ രാഷ്ട്രീയമായ അവകാശം ആ പാർട്ടിക്ക് അനുവദിച്ചു കൊടുക്കണം. അവിടെ അത്തരമൊരു നീക്കം അവർ നടത്തുമ്പോൾ അതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത് ലീഗിന്റെ രക്ഷാ കവചത്തിലൂടെ ലോക്സഭയിൽ എത്താൻ പോകുന്ന ഒരാശു. ഇങ്ങനെയാണ് നിങ്ങൾ ഇതിനെ അവതരിപ്പിക്കുന്നത്. അത് ശരിയല്ല എന്നാണ് ഈ പറയുന്ന എതിർ വസ്തുതകൾ വെക്കുമ്പോൾ മുന്നോട്ട് വരുന്ന വാദം. വേണു അത് അല്ലല്ലല്ല, ഒരിക്കലുമല്ല വേണു. ഞാൻ പറഞ്ഞത് ഇവിടെ അവകാശവാദത്തിന്റെ പൊള്ളത്തരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ അവകാശവാദം പൊള്ളത്തരമാണ്. ഇവിടെ വയനാട്ടിൽ വന്ന് മത്സരിച്ചാൽ 3 സംസ്ഥാനത്താകെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അവർ മത്സരിക്കുന്നതിന് നമുക്ക് വിരോധമില്ല. അവർക്ക് എവിടെയും മത്സരിക്കാം. പക്ഷേ ആ അവകാശവാദത്തിൻ്റെ പൊള്ളത്തരം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ പൊള്ളത്തരമുള്ളത് കൊണ്ട് അവർക്കത് മത്സരിച്ചു കൂടാകുന്നില്ല. പിന്നെ എന്തുകൊണ്ട് വയനാട് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല കാരണം. രാഹുൽ ഗാന്ധിക്ക് 100% സുരക്ഷിതമായൊരു സീറ്റ് വേണം. ആ സീറ്റ് കേരളത്തിൽ പോലും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റ് സംസ്ഥാനങ്ങൾ അവിടെ നിൽക്കട്ടെ, കേരളത്തിൽ പോലും UDF ജയിക്കുമെന്ന് പറയുന്ന കേരളത്തിൽ പോലും രാഹുൽ ഗാന്ധിക്ക് തിരുവനന്തപുരം സുരക്ഷിതമല്ല, എറണാകുളം സുരക്ഷിതമല്ല, ഇവിടെ ഒന്നും സുരക്ഷിതമല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ലീഗിന്റെ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയാണോ AK ആന്റണി തിരൂരങ്ങാടിയിൽ മത്സരിക്കാൻ വേണ്ടി പുറപ്പെട്ടത്, ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് എങ്ങനെയാണോ AK ആന്റണിക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി മത്സരിപ്പിച്ചത്, അതേപോലെ ലീഗിന് പ്രാധാന്യമുള്ള ഒരു സീറ്റിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയം. അതല്ല 1000 വട്ടം കോൺഗ്രസ്സുകാർ പറഞ്ഞാലും അതാണ് എന്ന് എല്ലാ സാമാന്യ ബുദ്ധിയുള്ളവർക്കും അറിയാം. ശ്രീ MT രമേശ്, 2004-ൽ 145 സീറ്റാണ് കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നത്. 2004 പ്രത്യേകത അങ്ങേക്കറിയാം. നിങ്ങളുടെ ഒരു വാദം അംഗീകരിച്ചുകൊണ്ട് ലീഗിന് മാത്രമാണ് ഒരു സീറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. കോൺഗ്രസ് അമ്പയെ പരാജയപ്പെട്ടു പോയി. അവരാണ് പക്ഷേ സർക്കാർ ഉണ്ടാക്കിയത്. 2009-ൽ അതിനേക്കാൾ മികച്ച പ്രകടനത്തിലേക്ക് പോവുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. ഇപ്പോൾ 2014-ൽ അമ്പയെ തറ പറ്റുന്നുണ്ട് കോൺഗ്രസ്. അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ച. പക്ഷേ ലീഗിന് എത്രയുണ്ട്, കോൺഗ്രസ്സിന് എത്രയുണ്ട്? ഇപ്പോഴും അവർ തന്നെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റ പാർട്ടി നിങ്ങൾ കഴിഞ്ഞാൽ. ശരിയാണ്, ലോക്സഭയുടെ അംഗബലം വെച്ചുകൊണ്ട് 10% എന്ന കണക്ക് കൂട്ടുമ്പോൾ ഇല്ല അത്രയും കോൺഗ്രസ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനമില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം ഇല്ലാതെ വാജ്പേയി അവിടെ ഇരുന്നിട്ടില്ലേ? അപ്പോൾ അതൊന്നും ഒരു ചെറിയ ഒരാളെ നിസ്സാരമാക്കാൻ പറ്റുന്ന ന്യായവാദങ്ങളല്ല. മാത്രമല്ല, കോൺഗ്രസ്സിന് ഏറിയ കൂറും കേന്ദ്രാധികാരത്തിലിരിക്കുന്ന ഘട്ടങ്ങളിലൊന്നും പ്രതിപക്ഷ നേതാവില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ പരിഗണന പലർക്കായി കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇല്ല, ഏറിയ കാലവും ഇല്ല. അങ്ങേയറ്റം 1-2 തവണകളിൽ മാത്രമാണ് ഉള്ളത് എന്ന് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഒരു മണ്ഡലത്തിലേക്ക് മാത്രമായി ലീഗിൻ്റെ മാത്രം പിൻബലത്തിൽ ജയിച്ച് കയറുന്ന ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ അധ്യക്ഷനും എന്നൊക്കെ പറയുകയാണ് എങ്കിൽ
ഈ രാജ്യം ഇന്നുണ്ടായതാണ്, അല്ലെങ്കിൽ 2014 ശേഷം ഉണ്ടായതാണ് ഈ രാജ്യം എന്ന് കരുതേണ്ടി വരും രമേശ്. ഞാൻ അങ്ങയുമായി ദീർഘിച്ച തർക്കത്തിന് നിൽക്കുന്നില്ല.